ആ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാനൊരു പിസ്സ ഹട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നല്ല മഴയുള്ള ആ രാത്രി കൃത്യം 10 മണിക്ക് തന്നെ റെസ്റ്റോറന്റ് അടച്ച് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. ക്ലോക്കിൽ 10 മണിയാവുന്നത് നോക്കി ഞാൻ അക്ഷമയോടെ കാത്തിരുന്നു. 9:55 ആയപ്പോൾ ഞാൻ ഷട്ടർ അടയ്ക്കാൻ വേണ്ടി കസാരയിൽ നിന്നും എഴുന്നേറ്റു. ഉടനെ എന്റെ തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ലാൻഡ് ഫോൺ റിങ് ചെയ്തു. ഫോൺ എടുക്കാൻ ഞാനൊന്ന് മടിച്ചു. പക്ഷേ അപ്പുറത്തായി ഉണ്ടായിരുന്ന മാനേജർ എന്നെ പാളി നോക്കിയപ്പോൾ ഞാൻ റിസീവർ കയ്യിലെടുത്ത് ചെവിയോട് ചേർത്തു. മറുവശത്ത് പൂർണ്ണ നിശബ്ദതയായിരുന്നു. ഞാൻ 1-2 തവണ ഹലോ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും മറുപടിയൊന്നും കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ആശ്വാസത്തോടെ റിസീവർ തിരികെ വെച്ചു. ഞാൻ പുറത്തേക്ക് നടന്നതും വീണ്ടും ഫോൺ റിങ് ചെയ്തു. അക്ഷമയോടെ ഞാൻ വേഗം ചെന്ന് ഫോൺ എടുത്തു. വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന അതേ നിശബ്ദത. ഞാൻ ഒന്നും മിണ്ടാതെ ഫോൺ തിരികെ വെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് വളരെ നേർത്ത ഒരു ശബ്ദത്തിൽ മറുവശത്തു നിന്നും മറുപടി കേട്ടത്. ഒരു വൃദ്ധയായ സ്ത്രീയാണ് മറുവശത്തുള്ളതെന്ന് ആ ശബ്ദത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. അവർ ഒരു പിസ്സയ്ക്ക് ഓർഡർ നൽകി. അവർ നൽകിയ ഓർഡറും പറഞ്ഞ അഡ്രസ്സും വളരെ ഭവ്യതയോടെ ചോദിച്ചു മനസ്സിലാക്കി ഞാൻ എഴുതിയെടുത്തെങ്കിലും ഉള്ളിൽ ഞാൻ ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു. എനിക്കാകെ വേണ്ടിയിരുന്നത് എത്രയും പെട്ടെന്ന് റെസ്റ്റോറന്റ് അടച്ച് വീട്ടിൽ പോവുക മാത്രമായിരുന്നു. പക്ഷേ അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഫോൺ തിരികെ വെച്ച് ഞാൻ നേരെ മാനേജറുടെ അടുത്ത് ചെന്ന് ഒരു പിസ്സയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ നേരത്തിന് ഓർഡറൊന്നും വേണ്ട, അടച്ചു വീട്ടിൽ പോകാമെന്ന് അയാൾ പറയുമെന്ന് ഞാൻ കരുതിയെങ്കിലും അയാൾ നേരെ കിച്ചണിലേക്ക് വിളിച്ച് ഒരു പിസ്സ തയ്യാറാക്കാൻ പറഞ്ഞു. സാറേ, നല്ല മഴയാണ്, ഞാൻ എൻ്റെ മുഷിച്ചിൽ അല്പം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, നീ എൻ്റെ കാറും കൊണ്ട് പോയിക്കോ, നാളെ തിരിച്ചു കൊണ്ടുവന്നാൽ മതി. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. അതും പറഞ്ഞ് അയാൾ കാറിന്റെ താക്കോൽ മേശപ്പുറത്തേക്ക് വെച്ചു. അയാളുടെ ഒരു ഓഞ്ഞ ഇംഗ്ലീഷ് ഡയലോഗ് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് താക്കോലെടുത്ത് പുറത്തേക്ക് നടന്നു. ഉടനെ പിസ്സ റെഡിയായിട്ടുണ്ടെന്ന് അടുക്കളയിൽ നിന്നും ഷെഫ് ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് പിസ്സ പാക്ക് ചെയ്ത് കവറിലാക്കി അതും എടുത്ത് കാറിനടുത്തേക്ക് നടന്നു. സമയം 10 മണി കഴിഞ്ഞിരുന്നു. ഞാൻ കാറിലേക്ക് കയറി അവർ പറഞ്ഞ സ്ഥലം ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ ശേഷം ഫോൺ ഡാഷ്ബോർഡിലെ ഹോൾഡറിൽ വെച്ചു. ഞാൻ നിൽക്കുന്നിടത്തു നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയായിരുന്നു അവർ പറഞ്ഞ സ്ഥലം. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റും വൈപ്പറും ഓൺ ചെയ്ത് പേരും മഴയത്ത് ഡെലിവറിക്കായി പുറപ്പെട്ടു. ഇത്തരം പ്രായമായ സ്ത്രീകൾ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് പൊതുവെ പിസ്സ ഓർഡർ ചെയ്യാറുള്ളത്. സാധാരണയായി ഇത്തരക്കാർ നല്ല ടിപ്പും തരാറുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മാപ്പിൽ കാണിച്ച വഴി നോക്കി കാർ ഓടിച്ചുകൊണ്ടിരുന്നു. കുറേ ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ നഗരാതിർത്തി പിന്നിട്ട് ഒരു വിജനമായ സ്ഥലത്തെത്തി. വൃദ്ധയായ സ്ത്രീ പറഞ്ഞ അടയാളം വെച്ച് ഞാൻ ഇടതുവശത്ത് കണ്ട മൺവഴിയിലേക്ക് കാർ തിരിച്ചു. ആ വഴിയിലൂടെ 1 കിലോമീറ്ററോളം പോയി കഴിഞ്ഞപ്പോൾ ഒരു കാട്ടിലെത്തിയതുപോലെയുള്ള പ്രതീതിയാണ് എനിക്കുണ്ടായത്. അവിടെ വഴിയുടെ ഒരറ്റത്ത് തീർത്തും ഒറ്റപ്പെട്ട ഒരു വീട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ വീട് ആ സ്ത്രീ പറഞ്ഞ അടയാളങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട്. ഞാൻ കാർ ആ ഭാഗത്തേക്ക് തിരിച്ചു. വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ കാർ നിർത്തി കീ ഓഫ് ചെയ്തപ്പോഴാണ് വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടില്ല എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഹെഡ്ലൈറ്റ് ഓഫ് ആയതോടെ ഞാൻ നിൽക്കുന്ന പരിസരം മുഴുവൻ പൂർണ്ണമായും ഇരുട്ടിൽ മുങ്ങി. ഞാൻ കീ തിരിച്ച് ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തു. എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങി മഴ കൊള്ളാതിരിക്കാൻ ഒരു കൈ കൊണ്ട് തല മറച്ചു പിടിച്ച് കോളിംഗ് ബെല്ലിനടുത്തേക്ക് മെല്ലെ ഓടി. 2 തവണ ഞാൻ കോളിംഗ് ബെല്ലടിച്ച് നോക്കി. പക്ഷേ ഉള്ളിൽ നിന്നും ഒരു ശബ്ദവും കേട്ടില്ല. ചിലപ്പോൾ കറണ്ട് പോയതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വാതിലിൽ അല്പം ശക്തിയായി തട്ടി. എന്നിട്ടും ഉള്ളിൽ നിന്നും യാതൊരനക്കവും കേട്ടില്ല. ഇനി അവർ പറഞ്ഞ അഡ്രസ് എങ്ങാനും തെറ്റിയതായിരിക്കുമോ എന്ന് കരുതി ഞാൻ തിരിച്ചു നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് വീടിനുള്ളിൽ ജനാലക്കരികിൽ ആരോ നിൽക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത്തരമൊരു കാഴ്ച അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് പെട്ടെന്ന് എന്റെ നട്ടലിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ഒന്ന് ദീർഘമായി ശ്വാസമെടുത്ത് ധൈര്യം സംഭരിച്ച ശേഷം ഞാൻ ജനാലക്കരികിലേക്ക് നടന്നു. ഫോണിലൂടെ കേട്ട ശബ്ദത്തിന്റെ ഉടമ എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അത്. ഏതാണ്ട് 80-നടുത്ത് പ്രായമുള്ളവർ ഒരുതരം നിർവികാരതയോടെ ശൂന്യമായ കണ്ണുകളുമായി എന്നെ തുറിച്ചു നോക്കി നിന്നു. ഞാൻ പിസ്സയുമായി വന്നതാണെന്ന് അവരോട് പറഞ്ഞു. നല്ല മഴയുണ്ടായിരുന്നത് കാരണം ഞാൻ ഒരൽപ്പം ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെയാണ് അത് പറഞ്ഞത്. പക്ഷേ വിചിത്രം എന്ന് പറയട്ടെ, അവർ ഞാൻ പറഞ്ഞതിനോട് പ്രതികരിച്ചത് പോലുമില്ല. അതുകൊണ്ട് ഞാൻ പിസ്സയുടെ കവർ ഉയർത്തി കാണിച്ച് വീണ്ടും ഉറക്കെ പറഞ്ഞു. പെട്ടെന്ന് ഒരു ചിരി അവരുടെ മുഖത്ത് പടർന്നു. കണ്ടാൽ ഒരു സന്തോഷം തോന്നുന്ന തരം ചിരിയായിരുന്നില്ല അത്. മറിച്ച് പേടി തോന്നുന്ന ക്രൂരമായ സംതൃപ്തി നിറഞ്ഞ ഒരു തരം ചിരിയായിരുന്നു അത്. അതുകൊണ്ട് എനിക്ക് വല്ലാതെ പേടി തോന്നി. ഭയം കൊണ്ട് എന്റെ മുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവർ ഒരു വൃദ്ധയും ഞാനൊരു ചെറുപ്പക്കാരനുമായിരുന്നെങ്കിലും ഞാൻ നിൽക്കുന്ന സാഹചര്യം എന്നെ ഭയപ്പെടുത്താൻ പോന്നതായിരുന്നു.
നിൽക്കുന്നിടത്തു നിന്നും ഒന്ന് പുറകോട്ട് തിരിയാൻ പോലും എനിക്ക് പേടി തോന്നി. അതുകൊണ്ട് ഞാൻ മെല്ലെ പുറകോട്ട് ചുവടുകൾ വെച്ച് കാറിനടുത്തേക്ക് നീങ്ങി. കാറിനടുത്തെത്തിയ ഞാൻ വേഗം കാറിനകത്തേക്ക് കയറി ഡോറടച്ചു. പിസ്സ തൊട്ടടുത്ത സീറ്റിലേക്ക് വെച്ച് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ റിവേഴ്സ് ഗിയറിലിട്ട് ഞാൻ ഒരിക്കൽ കൂടി ആ ജനാലക്കരികിലേക്ക് നോക്കി. ആ നിമിഷം ഞാൻ ഞെട്ടി വിറച്ചുപോയി. ആ വൃദ്ധ കാറിന്റെ ജനാലയ്ക്ക് തൊട്ടരികിലായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ധൃതിയിൽ ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി. കാർ പുറകിലെവിടെയോ ചെന്ന് ഇടിച്ചു നിന്നു. കാർ എന്തിലാണ് ചെന്നിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ വരുന്ന വഴി ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ മറ്റ് തടസ്സങ്ങൾ ഒന്നും ഉണ്ടായിരുന്നതുമില്ല. പേടിച്ചു പോയ ഞാൻ തിരിഞ്ഞു നോക്കി. പുറകിൽ ഒരു മതിലിലാണ് കാർ ചെന്നിടിച്ചത്. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? ഞാൻ സ്റ്റിയറിംഗ് വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് നേരെ പുറകിലായി തുറന്നു കിടന്നിരുന്ന ഗേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ ഗേറ്റ് അവിടെ കാണാനില്ല. പരിഭ്രാന്തനായി ഞാൻ ചുറ്റിലും നോക്കി. മുഖത്തെ ചിരി ഒട്ടും മായാതെ ആ വൃദ്ധ എനിക്ക് നേരെ ചുവടുകൾ വയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. കനത്ത മഴയിലും അവർ ഒരൽപ്പം പോലും നനയുന്നില്ല എന്ന് ഞാൻ ഞെട്ടലോടെ മനസ്സിലാക്കി. എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്ന വ്യഗ്രതയോടെ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്ത് കാർ മുന്നോട്ടെടുത്തു. വീടിന് ചുറ്റുമുള്ള ഒഴിഞ്ഞ പറമ്പിലൂടെ ഞാൻ പുറത്തേക്കുള്ള ഗേറ്റ് അന്വേഷിച്ച് കാറിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. ഒരിടത്തും എനിക്ക് ആ ഗേറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ പറമ്പിനുള്ളിൽ എവിടെയെല്ലാം ഞാൻ കാർ നിർത്തിയോ അവിടെയെല്ലാം ആ വൃദ്ധ എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു. കുറെ നേരം കാറിൽ ചുറ്റിലും സഞ്ചരിച്ചതുകൊണ്ട് പറമ്പിലെ മണ്ണിളകി ചെളികെട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ആദ്യത്തെ അത്ര വേഗതയിൽ പിന്നീട് എനിക്ക് കാറിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. കാറിന്റെ വേഗത മെല്ലെ കുറഞ്ഞു വന്നു. ഒടുവിൽ ചെളിയിൽ ടയറുകൾ താഴ്ന്ന് കാർ പൂർണ്ണമായും നിശ്ചലമായി. ആ സമയം എനിക്ക് മുന്നിൽ ആ വൃദ്ധ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ക്രൂരമായ ചിരിയോടെ അവർ എനിക്ക് നേരെ ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. എന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. നേർത്ത വെളിച്ചത്തിൽ ഒരു വലിയ മതിൽക്കെട്ട് എനിക്ക് കാണാമായിരുന്നു. എങ്കിലും മറ്റു മാർഗങ്ങളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ കാർ റിവേഴ്സ് ഗിയറിലിട്ട് ആക്സിലേറ്ററിൽ ചവിട്ടി. ടയറുകൾ ചെളിയിൽ നിന്നും പുറത്തേക്ക് വന്ന് കാർ മെല്ലെ പുറകോട്ട് നീങ്ങി. അതോടെ ആ വൃദ്ധയുടെ നടത്തത്തിന്റെ വേഗത വർദ്ധിച്ചു. ഉടനെ ഞാൻ ആക്സിലേറ്റർ അമർത്തി ചവിട്ടി. കാർ ഉടനെ മതിലിൽ ഇടിച്ചു നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാർ അതിവേഗത്തിൽ പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ വൃദ്ധ നടത്തം നിർത്തി. അവരുടെ മുഖം കോപത്താൽ ജ്വലിച്ചു. കുറച്ചു ദൂരം കാർ പുറകോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മുന്നിലായി തുറന്നു കിടക്കുന്ന ഒരു ഗേറ്റ് ഞാൻ കണ്ടു. അതുവരെ എനിക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന ഗേറ്റിലൂടെ കാർ പുറത്തേക്ക് കടന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആ വീടും പരിസരവും കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ ഞാൻ കാർ പുറകോട്ട് തന്നെ ഓടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വിശാലമായ ഒരു ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് ഞാൻ കാർ തിരിച്ച് മുന്നോട്ടെടുത്തു. ആ രാത്രിക്ക് ശേഷം പിന്നീട് ഒരിക്കലും ഞാൻ നൈറ്റ് ഡെലിവറിക്കായി പുറപ്പെട്ടിട്ടില്ല.